മുത്തങ്ങ കലാപത്തിനിടെ പോലീസുകാരനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഗീതാനന്ദൻ ഹൈക്കോടതിയിൽ കൽപ്പറ്റ സെഷൻസ് കോടതിയുടെ വിധി റദ്ദാക്കണമെന്നാണ് ആവശ്യം. 5 വർഷം തടവ് ശിക്ഷയാണ് ഗീതാനന്ദന് ലഭിച്ചത്. ശിക്ഷിക്കപ്പെട്ട മറ്റ് 3 പ്രതികളും അപ്പീൽ നൽകിയിട്ടുണ്ട്. എസ് രാഗിനുണ്ട്. രാഗിൻ, എന്താണ് ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ, ആവശ്യം? മുത്തങ്ങ സമരകാലത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി വിധി പറഞ്ഞിരുന്നു. കൽപ്പറ്റ കോടതിയാണ് വിധി പറഞ്ഞത്. അതിൽ ഗീതാനന്ദനടക്കം 4 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന വിധിയായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആ വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗീതാനന്ദൻ ഉൾപ്പെടെ ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ വിധി റദ്ദാക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കൂടാതെ ഒരു ഉപഹർജിയും കൂടി വെച്ചിട്ടുണ്ട്. അതായത് വിധി അടിയന്തരമായി മരവിപ്പിക്കണം എന്നതാണ് ഈ പെറ്റീഷനിൽ പറയുന്നത്. കോടതി അതിൽ കേട്ട് തീരുമാനം എടുക്കും. കഴിഞ്ഞ ദിവസമാണ് കൽപ്പറ്റ കോടതിയുടെ വിധി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. കേസിലെ സംഘം ചേരൽ, അതോടൊപ്പം തന്നെ ഈ തടയൽ എന്നിവ കുറ്റങ്ങൾ തെളിഞ്ഞിരുന്നു. ഇതോടൊപ്പം തന്നെ മറ്റൊരു കേസ് ഉണ്ടായിരുന്നു. മറ്റൊരു കേസിൽ 56 പേരെ, ഗീതാനന്ദനടക്കം 56 പേരെ വെറുതെ വിടുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. എന്തായാലും ഈ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ എത്തിയിരിക്കുന്നത്. നേരത്തെ വിവിധ വകുപ്പുകളിലെ ഏകദേശം 19 വർഷത്തോളമാണ് തടവ് ശിക്ഷ വന്നിരുന്നത്. പക്ഷേ അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണ് 5 വർഷം. എന്തായാലും ഇപ്പോൾ ആ ശിക്ഷാവിധി മരവിപ്പിക്കണം, ഫ്രീസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ശിക്ഷാവിധി റദ്ദാക്കണം എന്നതാണ് ആത്യന്തികമായിട്ടുള്ള ആവശ്യം പെറ്റീഷനിൽ. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. മുത്തങ്ങ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഗീതാനന്ദൻ ഹർജിയുമായി ഹൈക്കോടതിയിൽ.